സ്ത്രീ ശക്തിയുടെ കരുത്തുമായി മഹിളാ സംഗമം ആറ്റിങ്ങലിൽ ഭാരതീയ ജനതാ മഹിളാ മോർച്ച തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ ആഭിമുഖ്യത്തിലാണ് മഹിളാ സംഗമവും സെമിനാറും സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി സ്ത്രീ ശക്തിയുടെ വലിയൊരു സംഗമവേദിയായി മാറുകയായിരുന്നു. മഹിളാ മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജെ പ്രമീളാദേവി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യകാലങ്ങളിലൊക്കെ തൊഴിലുറപ്പ് പോലും ഇവിടുത്തെ CPM ഭരണ സംവിധാനം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ തൊഴിലിൻ്റെ വേതനം ലഭിക്കാതെ വന്ന സമയത്ത് അവർ തിരിച്ചറിഞ്ഞ് ഇത് ആര് കൊടുക്കുന്ന തുകയാണെന്ന് സ്വന്തം ഞാനാണ് കൊടുക്കുന്നതെന്ന് മത്സരിച്ചു കൊണ്ട് പറഞ്ഞ് LDF-കാർ പോലും തിരുത്തി പറയേണ്ടി വന്നു ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണെന്ന്. അപ്പോൾ അത്തരത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം വന്ന ബഡ്ജറ്റ് പോലും നമ്മുടെ സാധാരണക്കാരെ സ്ത്രീകൾക്ക് എങ്ങനെ അവർ സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാക്കാം എന്നുള്ള നിലയിലേക്ക് ഉയർത്തുവാൻ ഉതകുന്ന തരത്തിലായിരുന്നു സാമ്പത്തിക ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ മോദിജി ഭരണ സംവിധാനത്തിൽ വന്ന നാൾ മുതൽ സ്ത്രീകളെ ശാക്തീകരിക്കുക, അപ്പോൾ സാമ്പത്തികമായി ശാക്തീകരണം ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ ഉയർന്നു വരികയുള്ളൂ എന്ന തിരിച്ചറിവിലൂടെയാണ് ഇത്തരം ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നത്. സ്ത്രീകളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ മുന്നേറ്റത്തെക്കുറിച്ച് സെമിനാറിൽ ഗൗരവകരമായ ചർച്ചകളാണ് നടന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വനിതാ പ്രവർത്തകരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നോർത്ത് ജില്ലാ മഹിളാ മോർച്ച ഈ സംഗമം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളായി വിവിധ വാർഡുകളിൽ ജനവിധി തേടിയ വനിതകളെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. രാഷ്ട്രീയ രംഗത്തെ സ്ത്രീകളുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ സംസാരിച്ചു. മഹിളകളാണ് നമ്മുടെ ഈ മുന്നിലിരിക്കുന്നവരെല്ലാം. നാരീശക്തി, ആ നാരീശക്തി നമുക്ക് ഇത്രത്തോളം നമ്മുടെ ഇടയിൽ കാര്യം നമുക്ക് പറയാൻ കാരണം ഭാരതീയ ജനതാ പാർട്ടി ജനറൽ സീറ്റുകളിൽ പോലും വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നോർത്ത് ജില്ലയിൽ 2 പഞ്ചായത്തുകളുടെ ഭരണമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ചിറയൻകീഴ് മണ്ഡലത്തിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത്, അഴൂർ ഗ്രാമപഞ്ചായത്ത്. 2 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കണം, ഇത്തവണ NDA വിജയിക്കണം എന്ന് ഓരോ സഹോദരിമാരും പെൺകുട്ടികളും അമ്മമാരും ചിന്തിക്കുന്ന തലത്തിലേക്ക് വരണമെങ്കിൽ അവരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനമാണ് മഹിളാ മോർച്ച കേരളത്തിലും തിരുവനന്തപുരം നോർത്ത് ജില്ലയിലും ഏറ്റെടുക്കേണ്ടത്. അത് നിസ്സാരപ്പെട്ട ഒരു പ്രവർത്തനമല്ല. അതിന് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്, അതിന് സമ്പർക്കത്തിൻ്റെതായ ഒരു പ്രവർത്തനമുണ്ട്. എല്ലാ മേഖലയും ഉള്ള ആളുകളോട് അവരെ ലിസ്റ്റ് എടുത്ത് അവരെ കണ്ട് അവരെ സമ്പർക്കം ചെയ്ത് അവരെ നമുക്ക് അനുകൂലമാക്കി മാറ്റണം. ഈ 2 കാര്യങ്ങളെ ഉള്ളൂ ഇതിനകത്ത്. മഹിളകളെ നമ്മൾ സമ്പർക്കം ചെയ്യണം. അത് വീട്ടിലിരിക്കുന്ന അമ്മമാരാവട്ടെ, സംരംഭകരാവട്ടെ, വലിയ ആരുമാവട്ടെ, വനിതകളെ സമ്പർക്കം ചെയ്യണം. അവരെ വോട്ട് നമുക്ക് അനുകൂലമാക്കി നമ്മൾ മാറ്റിയെടുക്കണം. നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ ഏറ്റവും കൂടുതൽ വിമൻ ഓറിയന്റഡ് ആണ്, അല്ലെങ്കിൽ സ്ത്രീകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പദ്ധതികൾ വന്നിട്ടുള്ളത്. നിരവധി പദ്ധതികളുണ്ട്, നമുക്കറിയാം. ഒരു സാധാരണ വീട്ടമ്മയെ സംബന്ധിച്ച് അവരുടെ കുടിവെള്ളം, ജലജീവൻ മിഷൻ വീട്ടിൽ കൊണ്ടുതരുന്നത് നരേന്ദ്രമോദിയാണ്. BPL-കാർക്ക് ഫ്രീ റേഷൻ നരേന്ദ്രമോദി തരുന്നു. ഉജ്ജ്വൽ യോജന വഴി നമുക്ക് വാതകം തരുന്നു. വ്യക്തിഗതമായി ചിന്തിക്കുകയാണെങ്കിൽ പണ്ട് നമ്മുടെ അമ്മമാർക്കൊന്നും അക്കൗണ്ടില്ല, പൈസ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഭർത്താക്കന്മാരാണ്. ഭർത്താവ് കാർക്കോടകനാണെങ്കിൽ കൈ കിട്ടിയെന്നും വരില്ലൊന്നും, ജോലി ചെയ്താലും കൊണ്ട് പൈസ കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന വേതനം നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു. ജൻധൻ അക്കൗണ്ട് അതാണ് നമുക്ക് വെളിവാക്കി തരുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക്
ഗുണപ്രദമായിട്ടുള്ള പദ്ധതികളാണ് കൂടുതൽ. BJP നോർത്ത് ജില്ലയുടെയും മഹിളാ മോർച്ചയുടെയും പ്രമുഖ ഭാരവാഹികൾ ചടങ്ങിൽ സന്നിഹിതരായി. ആറ്റിങ്ങലിലെ മഹിളാ സംഗമത്തിലൂടെ പാർട്ടി പ്രവർത്തകർക്ക് പുതിയ ആവേശമാണ് ലഭിച്ചത്. വരും നാളുകളിൽ രാഷ്ട്രീയ രംഗത്ത് വനിതകളുടെ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.